അവനാകെ പേടിച്ചു. ഇഷ്ടപ്പെട്ടോ അച്ഛൻ്റെ സിനിമ? ഇഷ്ടമായ? പേടിച്ചില്ല. ഫൈറ്റ് പേടിച്ചില്ല. ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ എല്ലാം ഉണ്ട്. എന്തായാലും ജി.കെ. എന്ന സംവിധായകൻ്റെ വ്യത്യസ്തമാർന്ന ഒരു പ്രമേയമാണ് ഹണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ചിത്രം. ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ എല്ലാം ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഷായി സാറല്ലേ സൂപ്പറായിട്ട് എടുത്തിട്ട്, ഭാവന എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല വിഷ്വൽസ്, ക്യാമറ എല്ലാം അടിപൊളിയാണ്. BGM ഒന്നും കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉള്ള നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ, പാരാസൈക്കോളജി ഡീൽ ചെയ്യുന്നുണ്ട്, പല കാര്യം ഡീൽ ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഫിലിം മാനിപ്പുലേഷൻ, ഒരു ചിന്താമണി കേസ് പോലെ ഒരു നല്ലൊരു മൂവിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻ്റർടൈനറാണ്, യാതൊരു ലാഗും ഇല്ല, ഫുൾ പേസാണ്. ഭാവനയെ തിരിച്ചെന്ന് പറയാം. ഭാവനയെ ഒരു ലേഡി സൂപ്പർ സ്റ്റാറാണ് വേണമെങ്കിൽ പറയാം. അദ്വൈത് രവി എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട്. അനുമോനായാലും ചന്ദ്രനാടായാലും. ഷാജി കലാസിൻ്റെ ഡയറക്ഷൻ നോക്കിയിരുന്ന ഒരു ലാഗും ഇല്ല. ജി.കെ. എന്ന സംവിധായകൻ്റെ വ്യത്യസ്തമാർന്ന ഒരു പ്രമേയമാണ് ഹണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ചിത്രം. അതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭാവന എന്ന നടിയുടെ അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. നല്ലൊരു അഭിനേതാവാണ്. അതിന് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഷായി സാറല്ലേ സൂപ്പറായിട്ട് എടുത്തിട്ട്, ഭാവന എല്ലാവരും നന്നായിട്ടുണ്ട്. സ്കോറിങ് നന്നായിട്ടുണ്ട്. പിന്നെ ഗംഭീര സൗണ്ടിങ് ഒക്കെ സൂപ്പർ. തിയേറ്റർ കാണേണ്ട സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. അടിപൊളി. എല്ലാവരും അതിഥിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതിഥി, ഭാവന, എല്ലാവരും. അജ്മൽ ഹൊറർ ഫീൽ ത്രില്ലറാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. കണ്ടറിയാം. അവനാകെ പേടിച്ചു. ഇഷ്ടപ്പെട്ടോ അച്ഛൻ്റെ സിനിമ? ഇഷ്ടമായ? പേടിച്ചില്ല. ഫൈറ്റ് പേടിച്ചില്ല. ഭയങ്കര സ്ട്രോങ് ആണ്. എന്താ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? കണ്ടോ, ഷായി സാറിൻ്റെ സിനിമയിൽ ഒരു കുഞ്ഞു പയ്യൻ പറയുന്നു ആ ഫൈറ്റാണ് ഇഷ്ടപ്പെട്ടത്. അതാണ് സിനിമ. നിങ്ങളല്ലേ കണ്ടിട്ട് പറയണ്ടേ? നമ്മൾ അഭിനയിച്ചവർക്ക് എപ്പോഴും ഒരു ബയസ് കാണും മോളെ. പക്ഷെ നമ്മുടെ എല്ലാം ഇപ്പം ഞങ്ങളെ കുഞ്ഞിലോട്ട് ഞാൻ കണ്ടു വളർന്നൊരു സംവിധായകൻ്റെ സിനിമ, ഷായി സാറിൻ്റെ സിനിമകളിൽ അഭിനയിക്കണമെന്നൊരു മോഹം ഉണ്ടാവുമല്ലോ. ഷായി വർക്ക് ജോഷി സാർ, കേമന്ത് സാറിനോടൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഷായി സാറിനോട് എന്തായിരിക്കും പറ്റുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ത്രില്ലും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഇതിനകത്തുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ മെറിറ്റും അതിൻ്റെ ത്രില്ലിങ് എലമെൻസും അത് വർക്ക് ആവുന്നതൊക്കെ സാധാരണക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ബയസ് കാണുമല്ലോ ഇതിന്. പക്ഷേ വി ലവ്ഡ് ഇറ്റ്. നല്ല മേക്കിംഗ്, നല്ല രസം, ലാഗില്ലാതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത്. ബാക്കിയൊക്കെ നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് എപ്പോഴും ബയസ് കാണും അതിൻ്റെ. തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അങ്ങനെ സാധാരണ ഒരു നമ്മൾ ചെറിയ സ്ക്രീനിൽ കണ്ടാൽ അതിൻ്റെ ഒരു ആ ഒരു വേർത്ത് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ട്ഫുള്ളാണ്. കാരണം അത്രയും സാറിൻ്റെ വിഷ്വൽസും അങ്ങനെ കാണണം. അതൊരു ഹൊറർ എലമെൻറ്റുള്ള സിനിമയാകുമ്പം നമ്മൾ സാധാരണ ഹൊറർ കാണുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്തുണ്ടാകുന്ന എല്ലാ എലമെൻറ്റ്സും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ആ റിവെഞ്ചും ഡ്രാമയും എല്ലാം ഉണ്ട്, ഫാമിലി ഡ്രാമ, ഇമോഷൻസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഭൂതകാലമായിട്ടൊരു കമ്പാരിസൺ എപ്പോഴും വരുമല്ലോ. ഒരു ഹൊറർ സിനിമ വരുമ്പോൾ ഒരു ഭൂതകാലത്തുമായിട്ടൊരു കമ്പാരിസൺ വരുമല്ലോ. പക്ഷേ ആ ജോണർ അല്ല, അങ്ങനെയല്ല നിങ്ങൾ ഈ സിനിമയെ കാണേണ്ടത്. നിങ്ങൾ കണ്ടിട്ട് പറയും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഗൂസ് ബംസ് ഫീൽ ചെയ്യുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അതായത് മറ്റേ വെള്ള സാരി ഉടുത്ത് വരുന്ന പ്രേതത്തിന് പ്രതീക്ഷ, അതൊക്കെ പണ്ടത്തെ ടൈപ്പല്ലേ. അപ്പം കാലത്തിനനുസരിച്ചുള്ള ഹൊറർ എലമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് എന്താ പറയുക, നല്ല റെസ്പോൺസാണ്. കണ്ടവർക്കൊക്കെ ഭയങ്കര എൻഗേജിങ് ആണ് എന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യം എല്ലാവർക്കും, കണ്ടവർക്കും. പിന്നെ ഷാജി സാറിൻ്റെ കുറച്ച് നാൾക്ക് ശേഷം വന്ന വീണ്ടും ഒരു മൂവിയാണ്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതൊക്കെ വലിയ സന്തോഷം, ഭാഗ്യമൊക്കെയായിട്ട് കരുതുന്നു. കണ്ടവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ബാക്കി ഇനി കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി മൂവി കാണും. നല്ല സിനിമയാണ്. അപ്പോൾ ഉറപ്പായിട്ടും മോശമാവില്ല പടം. പിന്നെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അതിഥി, ഭാവന, ചന്തു, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഷായി സാറിൻ്റെ ഒരു മേക്കിങ്ങും പരിപാടിയും പിടിച്ചിരിക്കുന്നത്. ഞാനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. എല്ലാവരും ഇതുവരെ കണ്ട ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞേക്കണത്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ഡു ഗുഡ്. ഞാൻ ആ സിനിമയുടെ കഥ നിഖിൽ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റൈറ്ററാണ് ആ സിനിമ എഴുതിയിരിക്കുന്നത്. രസമായിട്ടുള്ള ഒരു നറേഷൻ അദ്ദേഹം എനിക്ക് തന്നത്. അപ്പോൾ തന്നെ ഞാനതിൽ വീണു. പിന്നെ ഷായി സാറിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞെങ്കിൽ സിനിമയുടെ അവസാനത്തെ 10 മിനിറ്റ് കാണാൻ പറ്റുള്ളൂ. എനിക്ക് മുഴുവനായിട്ട് സിനിമ കണ്ടിട്ടില്ല. പക്ഷേ മുഴുവനായിട്ട് സിനിമ കണ്ട ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് റിവ്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ചാനൽസിലൊക്കെ. നല്ല റിവ്യൂസാണ്, എല്ലാം പോസിറ്റീവ് റിവ്യൂസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന് പെയിൻഫുള്ളായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഒരു ഹൊറർ പടം മാത്രമല്ല ഇതിനകത്തുള്ളത്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതേപോലെ ഫാമിലി പിന്നെ ട്രിഗർ ചെയ്യുന്ന കുറേ പരിപാടികൾ ഇതിനകത്തുണ്ട്.
പിന്നെ നല്ലൊരു പോലീസ് സ്റ്റോറി ഇതിനകത്ത് ഉണ്ട്. സോ ഓൾ ടുഗെദർ ഇറ്റ്സ് എ ഡീസൻറ്റ് വാച്ച്. ഐ മീൻ ഒരു തിയേറ്റർ എല്ലാം എക്സ്പീരിയൻസ് എല്ലാം ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കും.